ഹലോ പ്രിയപ്പെട്ടവരെ, മലയാള സിനിമയിലെ ത്രില്ലർ മജീഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജിത്തു ജോസഫ് വമ്പൻ പ്രൊജക്റ്റുകളുമായി എത്തുന്നു. ആദ്യം വരുന്നത് മിറാജാണ്. ത്രില്ലർ മോഡിലാണ് ചിത്രം എത്തുന്നത്. ആസിഫ് അലി നായകനാവുന്ന ഈ ചിത്രത്തിൽ അപർണ ബാലമുരളിയും പ്രധാന വേഷത്തിലെത്തുന്നു. 48 ദിവസം കൊണ്ട് ഷൂട്ട് പൂർത്തിയാക്കിയ ഈ സിനിമ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ജിത്തു ജോസഫും ശ്രീനിവാസ് അംബ്രോളും ചേർന്നാണ്. ബിജു മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കി എത്തുന്ന വലതുവശത്തെ കള്ളൻ എന്ന സിനിമയാണ് രണ്ടാമത്തെ ജിത്തു ജോസഫ് പ്രൊജക്റ്റ്. ബിജു മേനോന് പുറമെ ജോജു ജോർജും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. കൂദാശയുടെ എഴുത്തുകാരനായ ദിനു തോമസ് ഏലനാണ് ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിക്കുന്നത്. മൂന്നാമത്തെ ജിത്തു ജോസഫിൻ്റെ പ്രൊജക്റ്റ് ഫഹദ് ഫാസിലിനൊപ്പമുള്ള സിനിമയാണ്. ഈ ചിത്രത്തിന് സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് നടിയും നേരെ സഹതിരക്കഥാകൃത്തുമായ ശാന്തി മായാദേവിയാണ്. ഇതൊരു സീറ്റെഡ്ജ് ത്രില്ലർ ആയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഫഹദും ജിത്തുവും ഒന്നിക്കുന്ന ഈ കോമ്പിനേഷൻ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. അടുത്ത പ്രൊജക്റ്റുകൾ വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രങ്ങളാണ്. മോഹൻലാലിനെ വെച്ചുള്ള 2 സിനിമകളായ റാമും ദൃശ്യം 3യുമാണ് വലിയ ബഡ്ജറ്റിൽ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രൊജക്റ്റുകൾ. എന്നാൽ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളും തിരക്കുകളും കാരണം പതുക്കെ ഇതിലേക്ക് ജിത്തു ജോസഫ് എത്തുകയുള്ളൂ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2026-ൽ ഈ പ്രൊജക്റ്റുകൾ തുടങ്ങുമെന്നും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സിനിമകളിൽ ഏതിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്